തുടർച്ചയായ സേവനങ്ങളിൽ അവശയായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന മദർ തെരേസയോട് ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു: അമ്മ ഇനി കുറച്ചുനാൾ വിശ്രമിക്കേണ്ടി വരും. എന്നാൽ അമ്മയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: എൻ്റെ വിശ്രമത്തിനുള്ള സ്ഥലം എൻ്റെ അപ്പൻ ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ എത്തുന്നതിന് മുൻപ് എനിക്ക് ചെയ്തു തീർക്കുവാൻ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ സുവിശേഷവും ഒരു യാത്രയുടെ വിവരണമാണ്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ലോക അതിർത്തികളിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിന് അയക്കുകയാണ്. മാമോദീസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും അയക്കപ്പെട്ടവരാണ്, സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. നാം ഒരിക്കലും ശ്രോതാക്കളല്ല, മറിച്ച് പ്രവാചകന്മാരാണ്, പ്രഘോഷകന്മാരാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു കഥ ഇപ്രകാരമാണല്ലോ: രാജാവിൻ്റെ വിളംബരം വന്നു. ഈ കൊട്ടാരത്തിനുള്ളിൽ ഇരിക്കുന്ന വസ്തുക്കളെ നിങ്ങൾക്ക് തൊടാം, തൊടുന്നവ നിങ്ങൾക്ക് സ്വന്തമായി തീരുന്നു. പ്രജകൾ തിടുക്കത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കി. ഒരു കുട്ടി മാത്രം രാജാവിനെ കെട്ടിപ്പിടിച്ചു നിന്നു. കാരണം അവൾക്കറിയാം, ഈ രാജാവിനെ സ്വന്തമാക്കിയാൽ ഈ രാജ്യം മുഴുവൻ അവൾക്ക് സ്വന്തമാക്കാം. ക്രിസ്തു യാത്രയപ്പോൾ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്: നിങ്ങൾ യാത്രയ്ക്ക് പണമോ സഞ്ചിയോ അപ്പമോ എടുക്കരുത്. സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ജീവിതയാത്രയിൽ വിലകെട്ട നശിച്ചു പോകുന്ന പുഴുതിന്നുന്ന വസ്തുക്കൾക്ക് അധികം പ്രാധാന്യം നൽകരുത്, മറിച്ച് ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തുവാകുന്ന വടിയെ ജീവിതത്തിൽ എടുക്കുക. കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഒന്നാമത്തെ പ്രാധാന്യം നാം ആർക്കാണ് നൽകുന്നത്? ദൈവത്തിന് നൽകാം. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിലേക്ക് തിരിയുക. വീണ്ടും സഞ്ചരിക്കുക. ജീവിതങ്ങളിലൂടെ സുവിശേഷം പ്രഘോഷിക്കുക. ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.